മക്കളെ, നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ? മോളെ ലച്ചു, അമ്മയ്ക്ക് തീരെ വയ്യ, തല പെരുകുന്ന പോലെ ഉണ്ട്. അമ്മയ്ക്കാണെങ്കിൽ കുറേ അലക്കാനുമുണ്ട്. മോളൊന്ന് അലക്കി തരുമോ? അമ്മ കുറച്ച് കിടക്കട്ടെ, മക്കളൊന്ന് അലക്കി തരുമോ? അമ്മേ, എൻ്റെ തുണി ഞാൻ അലക്കാം, പക്ഷെ പാറുൻ്റെത് ഞാൻ അലക്കില്ല കേട്ടോ. അവളത് അവൾ തന്നെ അലക്കിക്കോട്ടെ. അമ്മേ, എൻ്റെ തുണി എൻ്റെ കയ്യിലെത്താ, എൻ്റെ തുണി ഞാൻ തന്നെ അലക്കാം. ഇവളലക്കിയാൽ അതിൻ്റെ കളർ മൊത്തം പോകും. മക്കളെ, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ തുണി മാത്രമാണോ അലക്കുന്നത്? അമ്മയ്ക്കും അച്ഛനും എത്ര തുണിയുണ്ട്, അത് ആരെ അലക്കി തരും മക്കളെ? അതും കൂടി അലക്കി തരുമോ? അമ്മേ, എന്നെ കൊണ്ട് വയ്യ നിങ്ങളുടെ തുണിയൊന്നും അലക്കി തരാൻ. എനിക്ക് തന്നെ കുറേ ഉണ്ട് അലക്കാൻ വേണ്ടിയിട്ട്. ഇവൾ അലക്കി തരും അമ്മയുടെ അച്ഛൻ്റെയും തുണി. പാറു, നിന്റെ അച്ഛനും അമ്മയ്ക്കും വളരെ ഇഷ്ടമല്ലേ? അപ്പം നീ അച്ഛൻ്റെ ഡ്രസ്സ് നീയല്ല അലക്കി കൊടുക്കേണ്ടത്. കൊടുക്കൂട്ടോ. എനിക്ക് അച്ഛനും അമ്മയും വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് അവരുടെ ഡ്രസ്സ് ഞാൻ അലക്കും. നീ പറഞ്ഞതുകൊണ്ടൊന്നുമല്ല കേട്ടോ ഞാൻ അലക്കുന്നത്. എന്റെ സുന്ദരി മോള്, അമ്മ പറഞ്ഞതുപോലെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ പഞ്ചാര മോള്. രണ്ടുപേരും വഴക്ക് കൂടാതെ അലക്കിക്കോട്ടോ. അമ്മയാണെങ്കിൽ ഇവിടെ കുറച്ച് സമയം കിടന്നോട്ടെ. ശരി അമ്മേ. എടി പാറു, നമ്മൾ യൂട്യൂബ് നോക്കിയിട്ട് തുണി അലക്കാം, അതല്ലേ നല്ലത്? ശരി ചേച്ചി, വാ നമുക്ക് പോവാം. നിനക്ക് ബക്കറ്റ് വേണമായിരുന്നെങ്കിൽ നീ ആദ്യം വന്നെടുക്കണമായിരുന്നു. ഞാനല്ല ആദ്യം വന്നെടുത്തത്. അപ്പൊ ഇത് എനിക്കുള്ള ബക്കറ്റ്. നീ അമ്മയെ വിളിച്ചോ, എനിക്കെന്താ? നീ ആര് വേണേലും വിളിച്ചോ, ഞാൻ എന്റെ ബക്കറ്റ് തരില്ല. ഞാൻ അലക്കി കഴിഞ്ഞേ നിനക്ക് തരൂ. അയ്യോ, കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ മക്കളെ നിങ്ങളോട് അലക്കാൻ പറഞ്ഞത്. അതിനിടയിലും നിങ്ങൾ ഇങ്ങനെ വഴക്ക് കൂടിയാൽ എങ്ങനെയാ? ഒരു ബക്കറ്റല്ലേ വേണ്ടത് പാറു, അതാണെങ്കിൽ അകത്തുനിന്ന് എടുത്തൂടെ? എന്നാ പാറു, നിന്റെ ബക്കറ്റ് എന്നാ. അയ്യോ എന്റെ ദൈവമേ, അയ്യോ അമ്മേ, ഇതാരാ തറയിൽ മൊത്തം സോപ്പ് പൊടി വിതറി വെച്ചത്? അയ്യോ, എന്നെ കൊല്ലാൻ വേണ്ടി നോക്കുവാണോ മക്കളെ നിങ്ങള്? അമ്മേ, എല്ലാം ചെയ്തിട്ട് ചെയ്യാത്തതുപോലെ നിൽക്കുന്ന കണ്ടില്ലേ? അവൾ തന്നെയാ ഇത് ചെയ്തത്. രണ്ടുപേരും പാറ പോലെ നിൽക്കുന്നത് കണ്ടില്ലേ? എന്നെ ഒന്ന് എണീപ്പിക്കടി, എണീപ്പിക്ക്. അയ്യോ മക്കളെ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എനിക്ക് വയ്യാത്തത് കൊണ്ടല്ലേ നിങ്ങളോട് പറഞ്ഞത്? അയ്യോ, ഒരു തുണി അലക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഇത്രക്കും ഉണ്ടോ നിങ്ങളിത്? എനിക്ക് വയ്യ, ഞാൻ കിടക്കാൻ പോവാണേ. ഇനി രണ്ടുപേരും ഒച്ച വെക്കരുത്. ഒച്ച വെച്ച അപ്പൊ രണ്ടുപേർക്കും കിട്ടും എൻ്റെ കയ്യിൽ നിന്ന്. എടി പാറു, അമ്മ പാവല്ലേ. നമ്മള് വഴക്ക് കൂട്ടിയത് കൊണ്ട് അമ്മയ്ക്ക് ആ പ്രശ്നം മൊത്തം വരുന്നത്. ഇനി നമ്മൾ രണ്ടുപേരും വഴക്ക് കൂടരുതേ. എടി പാറു, ശരി, വീഡിയോയിൽ എന്താ പറഞ്ഞതെന്ന് നോക്കിയേ. നമ്മൾ ആദ്യം ബക്കറ്റിൽ വെള്ളം നിറക്കണം എന്നല്ലേ പറയുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തുണി ഉണ്ടല്ലോ, അതിട്ടെ. അയ്യോ, എന്റെ ജീൻസ് തന്നെയാണല്ലോ ഇത്. ഇത് എന്റെ ജീൻസ് തന്നെയാ. ഇതെപ്പോഴാ നീ എനിക്കറിയാത്തെടുത്തത്? ഞാൻ അറിയാതെ തന്നെ നീ എന്റെ ഡ്രസ്സൊക്കെ എടുത്തിടുന്നുണ്ടല്ലേ? എടി പാറു, നീ ഓവറായിട്ടൊന്നും സംസാരിക്കരുത് കേട്ടോ. ഇത് എന്റെ ജീൻസ് തന്നെയാ. എന്റെ ജീൻസ് അല്ലേ നീ അന്ന് എടുത്തത്, അത് ഞാൻ ഇപ്പൊ ഇട്ടുന്നുള്ളൂ, അത്ര തന്നെ. അയ്യോ നോക്ക്, രാവിലെ തന്നെ നുണ പറയുന്ന നുണച്ചിലച്ചു. എന്റെ ലെഗിൻസ് എടുത്തിട്ട് എന്നോട് ചോദിക്കാതെ ഇട്ടെടുത്തും പോരാ, ഇനിയിപ്പോ ഇത് നിന്റെതൊന്ന് പറയുകയും ചെയ്യണോ? എടി പാറു, ഇത് നിന്റെ ജീനൊന്നുമല്ല, ഇത് എന്റെ ജീൻ തന്നെയാ. ഇത് ഞാൻ കബോർഡിൽ വെച്ചിട്ടുണ്ടായിരുന്നതാ. ഇപ്പൊ എനിക്ക് ഡ്രസ്സ് ഇടാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടൊന്നേ ഉള്ളൂ. ഇല്ല, ഞാൻ തരില്ല, ഇത് എന്റേതാ. ഇല്ല, തരില്ല. ഇനിയും നിങ്ങൾ ഇങ്ങനെ വഴക്ക് കൂടിയാലുണ്ടല്ലോ, രണ്ടുപേർക്കും വേറെ എന്തെങ്കിലും ഞാൻ തലയിലോട്ട് എറിയോട്ടോ. മിണ്ടാതെ അവിടെ നൽകിക്കേ. ഇന്ന് പാറു, നിന്റെ പാൻറ്റ് എനിക്ക് വേണ്ട, നിന്റെ ജീന് എന്നാ പിഴി തിന്നോ പോ. ഓക്കെ, നമുക്ക് നമ്മുടെ അലക്കൽ കണ്ടിന്യൂ ചെയ്യാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് സർഫ് ഇടണം അല്ലേ? എടി എവിടെ നിന്നില്ലേ, ഞാനും വരുന്നു, എനിക്കും കഴിഞ്ഞു. എടി പാറു, എന്റെ ഡ്രസ്സും കൂടി ഒന്ന് ആറാനിടോ പ്ലീസ് പാറു. നിനക്കുണ്ടല്ലോ, ഞാൻ എന്റെ ഫോൺ കളിക്കാൻ വേണ്ടി തരാം.
അമ്പോ എന്റെ ചക്കര മുത്ത്. എന്താ മോളെ? അമ്മയുടെ പഞ്ചാര മോള്. എന്റെ പണി പകുതിയാക്കി കുറച്ചില്ലേ? എന്റെ ചക്കര മോള്. അമ്മയുടെ പഞ്ചാര മോളിങ് വന്നേ. അമ്മേ, ഞാനത് ഫുള്ളും ആലക്കി കഴിഞ്ഞ് ആറാനിട്ടോട്ടോ. എന്റെ പഞ്ചാര മോള്. എന്റെ മക്കൾക്ക് എന്താ വേണ്ടത് തിന്നാന്? അമ്മ അച്ഛനോട് കൊണ്ടുവരാൻ പറയാട്ടോ. അമ്മേ, അച്ഛനോട് വരുമ്പോ ഷവർമ്മ കൊണ്ടുവരാൻ പറയണേ. മക്കൾക്ക് എന്ത് വേണമെങ്കിലും കൊണ്ടുവരാൻ പറയാട്ടോ. ലതേച്ചി, ലതേച്ചി. എന്താ ദേവിതേ, എന്താ വന്നേ? ലതേച്ചി, എന്തിനാ നിങ്ങളുടെ വസ്ത്രമൊക്കെ പുറത്ത് ആർത്തിടാൻ വെച്ചത്? അതിട്ടെങ്കിൽ എന്നെ അതൊന്ന് പ്ലക്കാക്കി കൂടെ? ചേച്ചി, നിങ്ങളുടെ ഡ്രസ്സ് മുഴുവനും റോഡിലുള്ളത്. കുറച്ചൊക്കെ ഞാൻ പേർക്കി വന്നിട്ടുണ്ട് കേട്ടോ. അയ്യോ 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 സവിതേ, എനിക്ക് തീരെ വയ്യ. അതെന്താണെന്നറിയോ? ഞാൻ ഇവളോടാ പറഞ്ഞത് എന്റെ വസ്ത്രമൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട്. ഹോ, എന്റെ പുന്നാര മക്കൾ ചെയ്ത പണിയായിരിക്കും ഇത്. ലതേച്ചി, എന്നാ ശരി, ഞാൻ പോവാണേ. എടി ലച്ചു, ലച്ചു. എന്താ അമ്മേ, എന്തിനാ വിളിച്ചേ? ലച്ചു, ഡ്രസ്സ് ആറാനിടാൻ വെച്ചിട്ട് എന്താ പ്ലക്ക് ചെയ്യാത്തത്? അമ്മേ, അതില്ലേ പാറുവാ ഡ്രസ്സ് ആറാനിട്ടത്. എന്റെ ജോലി ഭാരം കുറയാൻ വേണ്ടിയിട്ടാ നിങ്ങളോട് ഞാൻ അലക്കാൻ വേണ്ടി പറഞ്ഞത്. ഇതിപ്പോ നാട്ടുകാരെ കൊണ്ട് മൊത്തം പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഷോ, ഇനി ഇവളുടെ മുഖത്തൊക്കെ ഞാൻ ഇനി എങ്ങനെ നോക്കും? നാട്ടിലെ മൊത്തം പാട്ടായിട്ടുണ്ടാവുമല്ലോ, ഇല്ലാത്തൊന്നും ചെയ്യുന്നില്ലാന്ന്. സോറി അമ്മേ. സോറി അമ്മേ, ഞങ്ങൾ അറിഞ്ഞു ചെയ്തതല്ല, സോറി. എന്റെ തലവിധി, അല്ലാതെ എന്ത് പറയാൻ.